ഒരു ഐഡിയൽ റൂമിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അവിടുത്തെ റൂമിന്റെ സൈസ് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അവിടെ എന്തെല്ലാം ആ റൂമിൽ വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ആ റൂമിൽ വരുന്ന ഫർണിച്ചറുകൾ എന്തൊക്കെ, ആ റൂം ഒക്യുപ്പൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം എത്ര തുടങ്ങിയതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു റൂമിന്റെ സൈസ് തീരുമാനിക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഒരു ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബെഡ് കിങ് സൈസ് ആണോ, ക്യൂൻ സൈസ് ആണോ, അതല്ല ട്വിൻ ബെഡ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കണം. അതുപോലെ തന്നെ അത് കൂടാണ്ട് അവിടെ വരുന്ന ഒരു ടേബിള്, അതിനോടൊപ്പം ഉള്ള ഒരു ചെയർ, ഇനി അത് കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയറുകൾ ആവശ്യമുണ്ടോ, അവിടെ വാർഡ്രോബുകൾ എങ്ങനെയാണ് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലവും ഇതൊക്കെ ആ റൂമിൽ പ്ലേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ആ സ്പേസിൽ കൂടെ മൂവ് ചെയ്യാനും ഈ ഓരോ ഡോറ് കാര്യങ്ങളൊക്കെ തുറക്കുമ്പോൾ ഒക്കെ അതിനെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ഇത് തുറക്കാനും ഒക്കെയുള്ള സ്പേസ് ആവശ്യമുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുന്നതൊക്കെ പ്ലാനിങ്ങിന്റെ സമയത്ത് തീരുമാനിക്കപ്പെടണം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സൈസ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു റൂം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫംഗ്ഷനിങ്ങിൽ വരുത്താൻ പറ്റുള്ളൂ.